റമദാനിലെ ഒരു ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വ്ലോഗായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് ഇവിടെ 3:30 മണിക്കാണ്. അത്താഴത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത്. നമ്മൾ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് പോകും. ഞാനും ഉമ്മയും 2 കുട്ടികളാണ് അത്താഴത്തിനുള്ളത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കഴിക്കുക, അതിൻ്റെ കൂടെ മക്കൾക്ക് രണ്ടാൾക്കും വാരി കൊടുക്കുകയും ചെയ്യും. അത്താഴത്തിന് എണീറ്റാൽ അവർക്ക് നല്ല ഉറക്കത്തിൻ്റെ ക്ഷീണമായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് വാരി കഴിക്കുകയൊന്നുമില്ല. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിലേക്ക് കടക്കും. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഖുർആൻ ഓതും. ഏകദേശം ഒരു നേരം വെളുക്കുന്നത് വരെ ഖുർആൻ ഓതിയിരിക്കും. ഈ ഒരു സമയത്താണ് കറക്റ്റ് നമുക്ക് ഖുർആൻ ഓതാനൊക്കെ കഴിയുന്നത്. പിന്നെ ഉള്ള സമയത്തൊക്കെ കുട്ടികളായിട്ട് അപ്പോൾ അതിങ്ങനെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രാവിലത്തെ ഖുർആൻ ഓത്താണ് കാര്യമായിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു 6:30 മണി വരെയൊക്കെ ഖുർആൻ ഓതും. പിന്നെ വന്നിട്ട് നമ്മൾ കർട്ടനൊക്കെ ഒന്ന് നീക്കി, അപ്പോഴേക്കും നല്ല വെളിച്ചം വെച്ചിട്ടുണ്ട്. ഒന്ന് വാതിൽ തുറന്ന് പത്രം വന്നിട്ടുണ്ട്. പത്രം എടുത്ത് പത്രത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കും. ചിലപ്പോൾ കറക്റ്റായിട്ട് പത്രം മുഴുവനും ഇരുന്ന് വായിക്കും. എന്നിട്ട് പിന്നെ അലക്കാനുള്ളതൊക്കെ എടുത്ത് മെഷീനിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഈ ഒരു സമയത്ത് ഇത് മെഷീനിലേക്ക് ഇട്ടിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അലക്കാനുള്ളത് മെഷീനിലേക്ക് ഇട്ട് ഞാൻ നേരെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കടന്നതാണ്. വൈകുന്നേരം ഞാൻ ഫലാഫിൽ റോളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിലേക്കുള്ള വെള്ളക്കടല ഒന്ന് സോക്കാവാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും അബീറും ആയിഷ എണീറ്റിട്ടുണ്ട്. പിന്നെ അവരുടെ കഴുകലും പല്ല് തേപ്പും മേലഴുകലും ഒക്കെ കഴിഞ്ഞ് അവർക്ക് ബിസ്ക്കറ്റും പാലും കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബ്രെഡ് മതി എന്നൊക്കെ പറഞ്ഞ് ബ്രെഡും ജാമും, അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ വന്നപ്പം പറഞ്ഞ് ബിസ്ക്കറ്റ് മതിയെന്ന്. അങ്ങനെ പിന്നെ ബിസ്ക്കറ്റും പാലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീകാൻ നോക്കിയിട്ട് ആയിഷ സമ്മതിച്ചിട്ടില്ല. അവരുടെ ചായ കുടി കഴിഞ്ഞ് ഞാൻ പിന്നെ മുറ്റടിക്കാനായിട്ട് പോയി. ഇപ്പോൾ രണ്ടാളും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ അടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടാളും എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് ചെടിക്കൊക്കെ നനയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവർ രണ്ടാളും ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. മാമൻ്റെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അവൾ നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓസിട്ട് നനയ്ക്കുകയാണ്. ഞാനപ്പോഴേക്കും അലക്കാനെടുത്ത് വെച്ചതൊക്കെ ഒന്ന് ആറിയിട്ട് അകമൊക്കെ അടിച്ചു വാരി തുടയ്ക്കാനുള്ള പരിപാടിയിലേക്ക് വന്നു. മുഴുവൻ അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ ഇവരെ സ്ഥിരം പരിപാടിയാണ്. നിലമൊക്കെ തുടയ്ക്കുകയാണെങ്കിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അതിൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് ചിലപ്പോൾ വായിക്ക് വീഴുകയൊക്കെ ചെയ്യും. തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കാമെന്നുള്ള ബാത്റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഒരാൾ മുണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നത്, മറ്റാൾ ഒക്കെ അയച്ചിട്ടിട്ടാണ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇവരൊന്ന് കുളിപ്പിച്ച് വന്ന് അവർക്ക് കുറച്ച് കഞ്ഞി കൊടുത്ത് അവരൊന്ന് ഉറക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പിറകിൽ നടന്നുകൊണ്ടിരിക്കും. കഞ്ഞി കൊടുത്ത് അപ്പം കഞ്ഞി വേണ്ട ചോറ് മതി, ചോറ് വേണ്ട കഞ്ഞി മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിട്ടും കഞ്ഞി കുടിപ്പിച്ചിട്ടുണ്ട്. കഞ്ഞി കുടിപ്പിച്ചുകൊണ്ടുപോയി ഉറക്കി. എന്നിട്ട് എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫോണെടുത്ത് യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, മെസ്സേജിന് റിപ്ലൈ ചെയ്യുന്നത്. പിന്നെ അങ്ങനെ കിടന്ന് കുറച്ച് സമയം ചിലപ്പോൾ ഉറങ്ങിപ്പോവും. കഞ്ഞി കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ചോറായാൽ കറിയൊന്നും പറ്റില്ല. പിന്നെ കഞ്ഞിയാണ് ബെറ്റർ കൊടുക്കാൻ. അപ്പോൾ അവർക്ക് കഞ്ഞി കൊടുത്ത് അവരെ കൊണ്ടുപോയി ഉറക്കിയിട്ട് ഞാൻ പോയി കുളിച്ച് നിസ്കരിച്ച് വന്ന് നമ്മൾ യൂട്യൂബിലേക്കുള്ളതൊക്കെ ഒന്ന് നോക്കി. പിന്നെ എഴുന്നേറ്റ് വരുന്നത് അസ്ർ ബാങ്ക് കേട്ടിട്ടാണ്. അപ്പോൾ അടുക്കളയിൽ ഉമ്മ ഇവിടെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, അത്താഴത്തിലേക്കുള്ള. അതുപോലെ കറിക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം കുബൂസ് ഉണ്ടാക്കാനുള്ള ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച്
അതൊന്ന് ഫെർമെൻ്റായി വരുന്ന സമയത്തേക്ക് ഒന്ന് നിസ്കരിച്ച് വരാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് സാധാരണ കുബൂസല്ല, ലെബനീസ് കുബൂസാണ്. നമ്മൾ സാധാരണ കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്. ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫെർമെൻ്റായി വരുന്ന ഒരു സമയത്തേക്ക് ഞാൻ അസ്രസ്കരിച്ച് അസ്രസ്കാരം കഴിഞ്ഞ് പിന്നെ ഖുർആനൊന്നും ഓതാനുള്ള സമയമില്ല. കാരണം അടുക്കളയിലേക്ക് വന്നില്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴേക്കും ഒന്നും റെഡി ആവില്ല. നിസ്കരിച്ച് വന്ന് വേഗം കുബൂസിലേക്കുള്ള പൊടിയൊക്കെ കുഴച്ച് ഒന്ന് റെഡിയാക്കി വെച്ച് അതൊന്ന് റൈസായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഈ കുബൂസ് ഞാൻ ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് മൈദയല്ല, ആട്ടയാണ്. ആട്ട വെച്ചിട്ട് ചെയ്തിട്ടുള്ള കുബൂസ് വെച്ചാണ് ഫലാഫൽ റോള് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി ഇതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള കടലയും അതിലേക്ക് ബാക്കിയുള്ള എല്ലാ ചേരുവകളും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് നേരത്തെ നമ്മൾ അരച്ച് വെച്ചാൽ നമുക്കിത് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റാക്കി മാറ്റി ഇനി ബാക്കിയുള്ള ചേരുവകളും കൂടെ ചേർത്ത് ഇതൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്തേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കുറേ സമയമൊന്നും വെച്ചിട്ടില്ല, 1 മണിക്കൂറേ വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി അത് ചെറിയ ചെറിയ ബോൾസാക്കി നമ്മൾ പരത്തിയെടുക്കുകയാണ്. ഇനി ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത് ചുട്ടെടുക്കാനുള്ള പാനും ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഞാൻ ചുട്ടോളാം. ആ സമയത്തേക്ക് ഉമ്മ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് കൊണ്ടുപോയിട്ട് കൊടുത്ത് ഉമ്മ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്തേക്ക് വേഗം മുഴുവനും പരത്തി വെച്ചിട്ടുണ്ട്. കുബൂസ് പരത്തി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഒരു ചീനച്ചട്ടി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഫലാഫിലൊന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് റോളാക്കണം എന്നുണ്ടെങ്കിൽ. ഫലാഫിൽ ഫ്രൈ ആയിട്ട് വരാൻ കുറേ സമയം എടുക്കും. ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനാദ്യം ചീനച്ചട്ടി അവിടെ വെച്ചു. അതിലേക്ക് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിത് വേഗം വേഗം ഒന്ന് റോളാക്കി എടുക്കാം. എളുപ്പത്തിനായിട്ട് ഞാനിത് വേഗം ശരിക്കും കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി തന്നെയാണ് മാറ്റിയിട്ടുള്ളത്. അതിവിടെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എണ്ണയും ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറേ സമയം എടുക്കും ഫ്രൈ ആവാൻ. പെട്ടെന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ ഫ്രൈ ആയിട്ട് വരികയുള്ളൂ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതിൽ ഞാനൊരു ഫ്രൈ പാൻ കഴുകി വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പത്ത്. അപ്പോൾ ഇതൊരു റൗണ്ട് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. ബാക്കിയുള്ളതിട്ട് തീയൊക്കെ അവിടെ കുറച്ച് വെച്ചിട്ട് അടുത്ത അടുപ്പിൽ ഇവിടെ ഫലാഫിലിന് ഉള്ള സോസ് റെഡിയാക്കുകയാണ്, ദൈനി സോസ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെളുത്ത എള്ള് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എള്ള് പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് റോസ്റ്റാക്കി എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ അത് റോസ്റ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് സോസ് റെഡിയാക്കുകയാണ്. അപ്പോൾ ഹമ്മൂസും ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഹമ്മൂസ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഉണ്ടാക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം സലാഡിലേക്കുള്ള. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ 3 വെജിറ്റബിൾസേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാബേജും തക്കാളിയും, ഓണിയൻ, ക്യാരറ്റ് ഇതൊക്കെ ചേർക്കാം. പിന്നെ ഫിറ്റ ചീസ് ചേർക്കാം, പിക്കിൾഡ് വെജിറ്റബിൾസ് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് താല്പര്യമുള്ളതൊക്കെ ചേർക്കാം. ഞാൻ ഇത്രയും ചേർത്തിട്ടേ ഉള്ളൂ. അധികം ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളൊന്നും കഴിക്കില്ല. അതുകൊണ്ടാണ് അത്രയും എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചു. കുറച്ച് ക്യാബേജ് ഉമ്മ അരിഞ്ഞതാണ്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. വളരെ കുറച്ചേ വേണ്ടതുള്ളൂ, ഒരുപാടൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചുട്ടെടുത്തിട്ടുള്ള പീത്തയിലേക്ക് കുറച്ച് സലാഡ് വെച്ചു. അതിൻ്റെ മുകളിൽ
കുറച്ച് എത്ര എണ്ണം വേണോ അത്ര എണ്ണം വെച്ച് കൊടുക്കുക. അത് വെച്ചു. എന്നിട്ട് അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള തഹിനി ഒഴിച്ചു. അപ്പം അതിനുള്ളൂ. ആ സമയത്തേക്ക് ഉമ്മ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കലക്കി പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് വെച്ചു. അജ്മൽ ഗ്ലാസും പ്ലേറ്റും ഒക്കെ കൊണ്ടുവച്ചു. ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നോമ്പ് തുറന്നു. ഇന്നവർ പള്ളിയിൽ നിന്നല്ല വീട്ടിൽ നിന്ന് തന്നെ തുറന്നത്. നോമ്പ് തുറന്നു കഴിഞ്ഞു. മഗ്‌രിബ് നിസ്കാരത്തിലേക്ക് കടന്നു. പിന്നെ ഖുർആന് കുറച്ച് സമയം ഖുർആന് അവർ കുറച്ച് നേരം ഓതി ഇശാബാങ്ക് കൊടുത്തിട്ട് തറാവീഹിനായിട്ട് പള്ളിയിലേക്ക് പോയി. ഞാൻ ആ സമയം ജസ്റ്റ് ഒന്ന് തഫ്സീർ എടുത്തിട്ട് നർത്ത സഹിതം ഒന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം തൂങ്ങിയിട്ടാണ് പിന്നെ പള്ളിയിൽ നിന്ന് വരിക. 10:30 ആവും വരാനാകുമ്പോൾ. നേരെ ബെഡിലേക്ക് വീഴാനായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ വേഗം എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവരെ ഉറങ്ങാൻ കിടത്തു. അപ്പോൾ ചെറിയ ആൾക്കാർ ഇവിടെ ഉറങ്ങാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ശരിയാക്കിയപ്പോഴേക്കും തലേണ അവർ വെക്കുമെന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പൊന്തുന്നൊന്നുമില്ല എടുത്തിട്ട് താങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെയാണെങ്കിൽ തൊടാനും സമ്മതിക്കില്ല. വെക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ വെക്കണം. അപ്പോൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ 11 മണിയോടുകൂടി ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ബെഡിലേക്കായി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ ഒരു ദിവസത്തെ ഒരു വ്ളോഗായിട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് കാണേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.